മോഹൻലാലിൻ്റെ ബറോസ്, മോഹൻലാലിൻ്റെ സംവിധാനത്തിലെത്തുന്ന ബറോസ് ഒരു മികച്ച അനുഭവം തന്നെയാണ് സമ്മാനിച്ചത്. ഒരു 3D ചിത്രം എന്ന നിലയിൽ ഒരു മികച്ച അനുഭവം തന്നെ സമ്മാനിച്ചു. അതിനൊപ്പം ആദ്യമേ എടുത്തു പറയാം, ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ചിത്രമാണ്. അങ്ങനെ തന്നെയാണ് മോഹൻലാൽ ഇതിനെ മേക്ക് ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി കഴിയും. എന്നാൽ മുതിർന്നവർക്ക് അത് ഇഷ്ടമാകുമോ എന്ന് ചോദിച്ചാൽ അത്ര അങ്ങോട്ട് എത്തത്തില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കുട്ടികളുടെ മനസ്സുള്ള മുതിർന്നവർക്കും ഇഷ്ടമാകാൻ സാധ്യതയുണ്ട്. എന്നാലും കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയ ചിത്രം എന്ന് പറയുമ്പോൾ പഴയകാലത്ത് ഓഫാബി എന്ന ചിത്രം തിയേറ്ററിൽ കണ്ട ഒരു അനുഭവം ആണ് എനിക്ക് ഓർമ്മ വരുന്നത്. അച്ഛനും അമ്മയോടും ഒക്കെ വഴക്കുണ്ടാക്കി സിനിമ കാണാൻ പോയി. അത് ഗംഭീരമായി എനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു മാജിക്കൽ ദിനങ്ങൾ കുറച്ച് ദിവസത്തേക്ക് എനിക്കുണ്ടായിരുന്നു. അതുപോലെ ഒരു ഫീൽ ഗുഡ് തരുന്ന, കുട്ടികൾക്കൊരു ഫീൽ ഗുഡ് തരുന്ന ഒരു ചിത്രം തന്നെയാണ് ബറോസ് എന്ന് വേണമെങ്കിൽ പറയാം. കുട്ടികൾക്ക് നന്നേ അത് ബോധിക്കും. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ മോഹൻലാൽ ചെയ്തിട്ടുണ്ട്. അതിനപ്പുറം ഈ ചിത്രത്തിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ, അതൊരു വ്യത്യസ്തമായ ഒരു സ്റ്റൈൽ തന്നെയാണ്. സാധാരണ 3D ചിത്രത്തിൽ നിന്നും വ്യത്യസ്തമായൊരു ചിത്രം. മൈ ഡിയർ കുട്ടിച്ചാത്തനാണ് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ച് ഓർക്കാൻ കഴിയുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ, കാരണം മലയാളത്തിൽ അങ്ങനെ ഒരു 3D ചിത്രം സംഭവിച്ചത് മൈ ഡിയർ കുട്ടിച്ചാത്തനാണല്ലോ. അതേ ടീമിൽ നിന്നും മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയ ഒരു ചിത്രം എന്ന് പറയുമ്പോൾ ബറോസ് ഇന്നത്തെ ടെക്നോളജിയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൂടാതെ മോഹൻലാൽ എന്ന സംവിധായകന്റെ ഒരു ശൈലി നമുക്ക് ബറോസിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായ ക്യാമറ ആംഗിളുകളൊക്കെയാണ് മോഹൻലാൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് സന്തോഷ് ശിവൻ പറഞ്ഞതുപോലെ മോഹൻലാൽ പറയുന്ന ഫ്രെയിമൊക്കെ ഒപ്പിയെടുക്കാൻ ഇച്ചിരി പ്രയാസമാണെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ മനസ്സിലാകും. അതുപോലുള്ള ക്യാമറ ആംഗിളുകളൊക്കെയാണ് അതിനകത്ത് മോഹൻലാൽ പറഞ്ഞ് വെപ്പിച്ചിരിക്കുന്നത്. അത് രസകരമായിട്ടുണ്ട്. പല രീതിയിൽ നമ്മളെ അതിനെ വിസ്മയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ മോഹൻലാൽ അവതരിപ്പിച്ച ബറോസ് എന്ന ക്യാരക്ടർ ഒരു പ്രത്യേക ഫീലായിരുന്നു. ഒരേ കോസ്റ്റ്യൂമാണ്, നമ്മൾ കോസ്റ്റ്യൂം കണ്ടല്ലോ, അത് തന്നെയാണ് എപ്പോഴും വരുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചൊരു മ്യൂസിക്കൽ ജേണിയിലുള്ള ഒരു സിനിമയായിരിക്കുമെന്ന്. മറ്റേ ലിറ്റിൽ മീർമെയ്ഡൊക്കെ പോലെ ഒരു മ്യൂസിക്കലിലൂടെ പറഞ്ഞു പോകുന്ന സൈസ് സിനിമയായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നുമില്ല. വേണ്ട രീതിയിൽ ഡയലോഗും ആക്ഷനും പിന്നെ ആ വൂഡു എന്ന പാവയുടെ കുറച്ച് കോമിക്കൽ റെഫറൻസൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഒരു കാര്യം, കുട്ടികളുടെ മനസ്സ് മാറ്റിവെച്ച് മുതിർന്നവരിലേക്ക് നമ്മൾ എത്തുമ്പോൾ ക്യാരക്ടറിൽ കുറച്ച് ഡെപ്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് എനിക്ക് തോന്നി. കാരണം ഇസബല്ല എന്ന് അവതരിപ്പിച്ച കുട്ടിയുടെയും ബറോസ് അവതരിപ്പിച്ച മോഹൻലാലിൻ്റെയും ക്യാരക്ടറുകൾ ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് കിട്ടിയില്ല. അത് കുറച്ചുകൂടി സീനുകൾ ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചുകൂടി കഥയിൽ കുറച്ചുകൂടി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി അടുത്ത് നിന്നേനായിരുന്നു. അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നി. അതുകൊണ്ട് ചില ഇമോഷൻ സീനുകളൊക്കെ നമ്മുടെ ഉള്ളിലോട്ട് വന്നിട്ടില്ല. പക്ഷേ കുട്ടികൾക്ക് ഇതൊന്നും ഫീൽ ചെയ്യത്തില്ല. അത് നമ്മളെ കീറി മുറിച്ച് പരിശോധിക്കുന്നവർക്ക് പലതും കണ്ടുപിടിക്കാൻ കാണും. അല്ലാത്തവർക്ക് അത് കണ്ട് ആസ്വദിച്ച് ഇറങ്ങിപ്പോരുക. അങ്ങനെ ഒരു ഫീൽ തരാൻ സാധിക്കുന്നുണ്ട് ബറോസ് എന്ന ചിത്രത്തിന്. അതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും എടുത്ത് പറയേണ്ടത് വൂഡു എന്ന കഥാപാത്രമാണ്. അത് ശരിക്കും നമ്മളെ കണക്റ്റ് ആക്കുന്നുണ്ട്. കുട്ടികൾക്ക് കൂടുതലും ഇഷ്ടപ്പെടുന്നത് ആ വൂഡു എന്ന ആ പാവയെ തന്നെ ആയിരിക്കും. അതിന് വോയിസ് കൊടുത്ത ആ ഭാസിയൊക്കെ ഗംഭീരമായിട്ടുണ്ട്. പുള്ളിയുടെ വോയിസ് ഓവറൊക്കെ നമ്മുടെ കോമഡിയിൽ കണ്ടതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. പക്ഷെ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഗിമിക്സുകളും വർത്തമാനങ്ങളും ഒക്കെയാണ് സത്യം പറഞ്ഞാൽ കൂടുതൽ എൻഗേജിങ് ആയി ബറോസിനെ നിർത്തുന്നത്, ബറോസ് എന്ന സിനിമയെ. പിന്നെ മോഹൻലാൽ ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രവും സംവിധാന രീതിയും, ഏറ്റവും എടുത്തു പറയേണ്ടത് മോഹൻലാലിൻ്റെ സംവിധാനം തന്നെയാണ്. കഥാപാത്രമൊക്കെ മാറ്റി നിർത്താം, പക്ഷേ സംവിധാനം ഗംഭീരമായിട്ട് തന്നെ മോഹൻലാൽ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ കണക്ക് വ്യത്യസ്തമായ ക്യാമറ ആംഗിളുകൾ, ഷോട്ടുകളൊക്കെ വ്യത്യസ്തമായിരുന്നു. അതുകൂടാതെ സിനിമയിലേക്ക് എത്തുമ്പോൾ ഫസ്റ്റ് ഹാഫ് നല്ല എൻഗേജിങ് ആയിരുന്നു, കുഴപ്പമില്ലാതെ പോയി. സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ ഒരു ചെറിയ ലാഗ് ഉണ്ടായിരുന്നു. പിന്നെ പടത്തിലേക്ക് എത്തുമ്പോൾ ഫസ്റ്റ് ഹാഫ് നല്ല എൻഗേജിങ് ആയിരുന്നു, കുഴപ്പമില്ലാതെ പോയി. സെക്കൻഡ് ഹാഫിൽ ചെറിയ ലാഗ് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ചിലർക്കൊക്കെ അത് കുറ്റം പറയാൻ കാണും, അതങ്ങനെ പറഞ്ഞേക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ചിത്രത്തിന്റെ VFX അതാണ് ഗംഭീരം. ആ വൂഡു എന്ന പാവയെ അവതരിപ്പിച്ചിരിക്കുന്നത് ഭയങ്കര സിങ്കാണ്. ബറോസും വൂഡുവും തമ്മിലുള്ള കണക്ഷനാണ് അതിനകത്ത് കൂടുതൽ കാണിക്കുന്നത്. അവർ തമ്മിലുള്ള ആ കണക്ഷനും അത് ഒരുക്കി വെച്ചിരിക്കുന്ന രീതിയും, അങ്ങനെ ഒരു റിയൽ പാവ അവിടെ ഉണ്ടെന്ന് നമുക്ക് തോന്നും. മലയാളത്തിൽ ഇങ്ങനെയും ഗംഭീരമായിട്ട് VFX ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ആ വൂഡുവിൻ്റെ കഥാപാത്രം കണ്ടപ്പോൾ തോന്നിപ്പോയി. അല്ലാതെ വലിയ ഗ്രാഫിക്സ് ആയിട്ട് തോന്നുന്നത് ക്ലൈമാക്സിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 3Dക്ക് വേണ്ടിയിട്ട് ഒത്തിരി ഗിമിക്സുകളൊന്നും കാണിച്ചിട്ടില്ല, പക്ഷെ ഉള്ളതൊക്കെ ഗംഭീരമായിരുന്നു. കത്തിയൊക്കെ വന്ന് ഫ്രണ്ടിലോട്ട് നിൽക്കുന്നതൊക്കെ അടിപൊളിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതൊക്കെ ഒരു പഴയകാല കുട്ടിച്ചാത്തൻ ഓർമ്മപ്പെടുത്തി. പക്ഷെ എന്നാലും 3D അടിപൊളിയായിരുന്നു. കൂടാതെ ചിത്രത്തിലെ സോങ്ങുകൾ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു സോങ്ങുമാ ബേസ്ഡ് ചെയ്തൊരു സിനിമയായിരിക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്. സോങ് ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് സിനിമയും സഞ്ചരിക്കും എന്ന രീതിയിൽ, ഹോളിവുഡ് ടൈപ്പിൽ. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നല്ല ഡയലോഗും നല്ല കഥ പറച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ പാട്ടുകളൊക്കെ വലിയ ലെങ്തി പാട്ടുകളൊന്നും ഇല്ല എന്നതാണ് മറ്റൊരു കാര്യം. പ്രൊമോയിലൊക്കെ ഒത്തിരി പാട്ടുകളൊക്കെ അവതരിപ്പിച്ചെങ്കിലും അതൊക്കെ ചെറിയ ചെറിയ പാട്ടുകളാണ്. ഇസബല്ല എന്ന് പറയുന്ന പാട്ട് മാത്രമാണ് ഒരു വലിയ പാട്ടായി തോന്നിച്ചത്. ബാക്കിയൊക്കെ ചെറിയ ചെറിയ പാട്ടുകളാണ്. അണ്ടർ വാട്ടറിലെ പാട്ടുകളൊക്കെ ചെറുതാണ്, ഒത്തിരി വലിയ ലെങ്തി പാട്ടുകളൊന്നുമല്ല. അതുപോലെ മനമേ എന്നുള്ള പാട്ട് നല്ല ഗംഭീര പാട്ടായിരുന്നു, പക്ഷെ അതും വളരെ ചെറുതാണ്. ബറോസും ഇസബല്ലയും തമ്മിലുള്ള കണക്ഷനും ഒക്കെ ഗംഭീരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ കൂടുതലും ഈ
വിദേശ താരങ്ങളായതുകൊണ്ട് ഈ മലയാളം ഡയലോഗുകൾ പറയുമ്പോൾ നമ്മൾ ഒത്തിരി ക്ലോസപ്പ് നോക്കിയാൽ നമുക്കെല്ലാം സിങ്ക് ആകാത്ത കണക്ക് ഫീൽ ചെയ്യും. അതൊരു സുഖമില്ലാതെ തോന്നി. എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, വിദേശ താരങ്ങളായാലും. ഡിഗാമ തമ്പുരാനും തമ്പുരാട്ടിയൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇസബല്ല എന്ന് പറഞ്ഞ കുട്ടി കുഴപ്പമില്ല, ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാലിനൊപ്പം സിംഗൊക്കെ കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. കൂടാതെ മോഹൻലാൽ എന്ന താരത്തെ നമുക്ക് 3Dയിൽ കാണാൻ കഴിഞ്ഞു എന്നത് ഒരു രസമായിരുന്നു. 3Dയിൽ മോഹൻലാലിൻ്റെ ഇങ്ങനെ ക്ലോസപ്പ് സീനൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ചില ഷോട്ടുകളൊക്കെ ഉണ്ട്, നമ്മുടെ കണ്ണിലോട്ട് വരുന്ന സാധനങ്ങളൊക്കെ ഞെട്ടിപ്പിക്കുന്ന ചില ഷോട്ടുകൾ. അതിൽ തന്നെ മോഹൻലാൽ നമ്മുടെ കണ്ണിൻ്റെ മുന്നിലോട്ട് ഇങ്ങനെ ടാക്കെന്ന് പറഞ്ഞ് വരുന്നതൊക്കെ അടിപൊളിയായിരുന്നു. അത് വ്യത്യസ്തമായ ചില ആംഗിളുകളിലൊക്കെ വെച്ചാണ് മോഹൻലാൽ അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അല്ല, കുറേ ടോപ്പ് സീനുകളൊക്കെ ഉണ്ട്, ടോപ്പ് ആംഗിൾ വെച്ചിട്ടുള്ള സീനുകളൊക്കെ ഗംഭീരമായിരുന്നു. അതൊക്കെ രസമായിരുന്നു, കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. ഇതൊക്കെ കൂടുതലും രസിക്കുന്നത് കുട്ടികൾക്ക് തന്നെ ആയിരിക്കും എന്നതാണ് എടുത്തു പറയേണ്ടത്. കൂടാതെ ഓവർ കളർ റീപ്രൊഡക്ഷൻ ഒന്നുമില്ല. കാരണം നമ്മൾ ട്രെയിലറിൽ കളറിനെ കുറിച്ച് വലിയ രീതിയിൽ പറഞ്ഞായിരുന്നു, കളർ ഭയങ്കരമായിട്ട് തോന്നിച്ചു എന്ന രീതിയിൽ. അത് ആ ട്രെയിലറിന് വേണ്ടി മാത്രം ഉപയോഗിച്ചതാണെന്നാണ് എനിക്ക് തോന്നിയത്. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അത് കറക്റ്റുമായി. അങ്ങനെ വലിയ കളറൊന്നുമില്ല, സാമാന്യം ഭേദപ്പെട്ട രീതിയിലാണ് ബറോസിൻ്റെ ക്വാളിറ്റി വന്നിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഫുൾ സ്ക്രീനിലല്ല സിനിമ കാണിച്ചിരിക്കുന്നത്. 4Kയിൽ കണ്ടപ്പോൾ തന്നെ കുറച്ച് സൈഡിൽ കുറച്ച് ബ്ലാക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു റേഷ്യോ അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു 3D ക്യാമറയിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് ആ ഒരു റേഷ്യോ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഐമാക്സിലും ഒക്കെ വരുമ്പോഴും അങ്ങനെ ഒരു കട്ട് വരുമായിരിക്കും. പക്ഷേ എന്നിരുന്നാലും നമുക്കതൊരു ഒരു ബാഡായിട്ട് ഫീൽ ചെയ്യത്തില്ല, നമ്മൾ കണ്ടുകൊണ്ട് ഇരിക്കും. കുറേ 3D സാധനങ്ങളൊക്കെ ഇതുണ്ടെങ്കിലും അരോചകമാകത്തില്ല, നമുക്ക് 3D നന്നായിട്ട് അനുഭവപ്പെടും. പിന്നെ ഒറിജിനൽ 3D ക്യാമറയിൽ ഷൂട്ട് ചെയ്തതിൻ്റെ ഒരു വ്യത്യസ്തത നമുക്ക് മറ്റുള്ള ചിത്രങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ചിത്രത്തിൻ്റെ BGM അതൊരു ഇൻ്റർനാഷണൽ സ്റ്റഫ് തന്നെയാണ്. കുറേ സാധനങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഒരു ഹോളിവുഡ്, അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു ഹോളിവുഡ് സിനിമ കണ്ട പോലെ തോന്നിക്കും, അങ്ങനെ ഒരു ഫീലുണ്ട്. പിന്നെ ഡയലോഗ് ഡെലിവറിയൊക്കെ ഇച്ചിരി പതുക്കെയായിരുന്നു, എല്ലാവരും ഇച്ചിരി വെച്ച് പറയുന്ന കണക്ക് തോന്നി. എനിക്ക് തോന്നുന്നു അത് ഈ വിദേശ താരങ്ങളും അവർക്ക് മലയാളം അറിയാത്തതിൻ്റെ കുഴപ്പങ്ങളും ഒക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. മോഹൻലാലും ഭയങ്കര സ്ലോയിലാണ് സംസാരിക്കുന്നത്. മോഹൻലാലിനെ ഈ ലുക്ക് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ജീനിയായിട്ട് എടുത്തിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ആ മനമേ എന്നുള്ള പാട്ടിനകത്ത് മോഹൻലാൽ ആ ഒരു നീല ഗൗൺ ഇട്ട് വന്നപ്പോൾ ഒരു ജീനി ലുക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു ഫീല് തോന്നിച്ച്. പക്ഷേ അതുപോലൊരു ഗിമിക്സ് ഒക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ആ ക്യാരക്ടർ വേറെ ലെവലായിരുന്നു. അങ്ങനെ ഗിമിക്സ് ഒന്നുമില്ല, പക്ഷേ ആ ഗിമിക്സ് എല്ലാം കാണിക്കുന്നത് ആ പാവയാണ്, വൂഡു എന്ന് പറഞ്ഞ പാവയാണ്. അതിൻ്റെ ആ സംസാരവും പോക്കും കുത്തിമറിയലും കുറേ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അത് എനിക്ക് ഓർമ്മപ്പെടുത്തിയത് സത്യം പറഞ്ഞാൽ ഓഫാബിയിലെ ആ കാർട്ടൂൺ കഥാപാത്രത്തെയാണ്. അത് ശരിക്കും അത് പിള്ളേരുമായിട്ട് നന്നായിട്ട് കണക്റ്റ് ആകും. പിള്ളേർ ആദ്യത്തെ പ്രീമിയർ ഷോയ്ക്ക് ശേഷം പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കും ഉണ്ടാകുന്നത്. മികച്ച 3D, മോഹൻലാലും വൂഡു എന്ന കഥാപാത്രമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. VFX ആണ് ഇതിനകത്തെ ഗംഭീര സാധനം. ക്ലൈമാക്സിലൊക്കെ ഒരു തേളിൻ്റെ കൈയൊക്കെ വരുന്നതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫൈറ്റ് വലിയ ഫൈറ്റൊന്നുമല്ല, എന്നാലും കണ്ടിരിക്കാം, കുഴപ്പമൊന്നുമില്ല. കുട്ടികൾക്ക് ആസ്വദിക്കാവുന്ന സാധനങ്ങളൊക്കെ മോഹൻലാൽ ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമ ആയതുകൊണ്ട് അത് തന്നെയാണ് മോഹൻലാൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്, അവരെ തന്നെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അവരിലേക്ക് എത്താനുള്ള സാധനങ്ങളെല്ലാം മോഹൻലാൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ അതിനകത്ത് കാണാൻ കഴിയും. പിന്നെ മുതിർന്നവരിലേക്ക് എത്തുമ്പോൾ അവർക്ക് പറയാൻ ഒത്തിരി നെഗറ്റീവും കാണും. അല്ലാതെ ഗംഭീരമായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയായിരുന്നു. മോഹൻലാലിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട് ക്ലൈമാക്സിൽ, അത് അടിപൊളിയായിരുന്നു. നല്ലൊരു മെസ്സേജൊക്കെ തന്നുകൊണ്ട് മോഹൻലാൽ സിനിമ അവസാനിപ്പിക്കുന്നത്. അതിനൊപ്പം തന്നെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഒരു സാധനം കൂടെ മോഹൻലാൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് കണ്ടപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്താണ് മോഹൻലാൽ ഉദ്ദേശിച്ചത്? ഇനി ലാലേട്ടനോട് തന്നെ ചോദിക്കേണ്ടി വരും, എന്താണ് ലാലേട്ട ഉദ്ദേശിച്ചത്, അത് പറഞ്ഞു തരുമോ എന്ന്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു ക്ലൈമാക്സ് പോർഷനിൽ ഒരു സർപ്രൈസും തന്ന് അതിനൊപ്പം തന്നെ ഒരു കൺഫ്യൂഷനും തന്നു. ആ സർപ്രൈസ് നിങ്ങൾ തന്നെ കാണണം, എന്താണ് ക്ലൈമാക്സിലെ സർപ്രൈസ് എന്നത്. അല്ലാതെ ഗംഭീരമായിരുന്നു. ഗാമയുടെ നിധി സൂക്ഷിപ്പുകാരനായ ബറോസും അതിൻ്റെ യഥാർത്ഥ അവകാശിയായ ഇസബല്ലയും തമ്മിലുള്ള ബോണ്ടിങ്, അവരുടെ കഥ അത് മികച്ച രീതിയിൽ എടുത്തിട്ടുണ്ട്. മികച്ചൊരു എക്സ്പീരിയൻസ് ആണ്. ഓവർ 3D ഒന്നും കാണിച്ച് വെറുപ്പിച്ചിട്ടില്ല. ആവശ്യത്തിനുള്ള കഥ പറച്ചിലുള്ള 3D ഉണ്ട്. 3Dക്ക് വേണ്ടി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. കഥ പറയുന്നതിനൊപ്പം 3D വരുന്നു എന്നതേ ഉള്ളൂ. അല്ലാതെ തലയണേറിയോ കോക്കോണറിയോ ഒന്നുമില്ല. അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും മോഹൻലാലിൻ്റെ സംവിധാനം സൂപ്പറായിരുന്നു. ഇനി വിധി പറയേണ്ടത് പ്രേക്ഷകർ തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ അടിപൊളി സിനിമയായിരുന്നു. മോഹൻലാൽ ഗംഭീരമായി സംവിധാനം ചെയ്തിട്ടുണ്ട്.